ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വ്ലോഗ് ഇടാതെ, എനിക്ക് തോന്നുന്നു 1, 2, 3 വീഡിയോ മാത്രമാണ് റമദാൻ മാസത്തിൽ ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം ഷോർട്സ് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാളെ കാസർഗോഡേക്ക് പോവാണ് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യം പോകുന്നത് ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. പക്ഷെ നാളെ നമ്മൾ പകലാണ് കേട്ടോ പോകുന്നത്. ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കണം. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഒന്ന് ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ പകൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പിള്ളേരൊക്കെ റെഡിയാക്കി പറക്കി പോകുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അതിൻ്റെ ഇടയ്ക്ക് പാക്കിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ തന്നെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാസർഗോഡായിരുന്നു. ഇന്ന് രാവിലെ എത്തി ഇവിടെ. നാളെ തന്നെ നമ്മൾ പോവുകയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇക്കടെ വലിയ കാര്യമായിട്ടൊന്നും പാക്ക് ചെയ്യാനില്ല. എൻ്റെയും പിള്ളേരുടെ ഉണ്ട്. പിന്നെ നമ്മൾ വെക്കേഷൻ അവിടെ ആയിരിക്കും. എന്തായാലും 1 മാസം നിൽക്കണം എന്ന് വിചാരിച്ചാൽ പോകുന്നത്. അതുപോലെ പെരുന്നാളും അവിടെ കൂടണം എന്നാണ്. ഓക്കെ, അപ്പോൾ 1 മാസം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ പോകണം. ഞാനിപ്പം നിതിമോൾക്കാണെങ്കിൽ നമ്മൾ ഈ ഏത്തക്കായ പൊടി ഉണ്ടല്ലോ, അത് കുറുക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് പൊടിച്ച് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അവിടെ എത്തണ വരെയുള്ള വ്ളോഗ് എടുക്കണം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ കാണാം. എൻ്റെ റൂമിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. മൊത്തം വലിച്ച് വാരി നാശമാക്കി ഇട്ടേക്കാണ്. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഇടണം കേട്ടോ. ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് പോകാതെ എനിക്കൊരു സമാധാനമില്ല. കാരണം എന്തായാലും നമ്മളിനി കുറേ നാൾ അവിടെയാണല്ലോ. അപ്പോൾ ഒന്ന് റെഡിയാക്കി ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ മനസ്സിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവൾക്കുള്ള ഫുഡ് സംഭവങ്ങളൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചതിന് ശേഷം പാക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഏത്തക്കായ ഇങ്ങനെ ഉണക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചിട്ട് ഈ ബോട്ടിൽ സൂക്ഷിക്കും. അപ്പോൾ അത് ഇരുന്നോളാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്ത് നമ്മൾ കുറുക്ക് ആക്കി കൊടുക്കുകയാണ്. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചതേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ആദ്യം പൊടിച്ചിട്ട് പിന്നെ 2-3 പ്രാവശ്യമായിട്ട് ബാക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇപ്പോൾ അരച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് നിരത്തിയിട്ടിട്ട് ആ ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിലെല്ലാം ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ അത് മോശമായി പോകുമല്ലോ. അങ്ങനെ അതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അത് ടിന്നിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ആ സമയം കൊണ്ട് പാക്ക് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കണം. ഇതൊക്കെ കണ്ടില്ലേ, ആ ഫുള്ള് കൂടിലൊക്കെ ഇരിക്കണത് മൊത്തം എടുത്ത് വലിച്ചടിക്കണം. എന്നിട്ട് വേണം ആവശ്യമുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് മാറ്റി വയ്ക്കാൻ. ബാക്കിയുള്ളത് ഇവിടെ അലമാരി കയറ്റി വയ്ക്കാൻ. അയ്യോ, തല വരയ്ക്കുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണിത്. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാൻ കേട്ടോ. ഞാൻ പെരുന്നാളായതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലിടാനൊക്കെ ഉള്ളത് മൊത്തം മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. അപ്പോൾ അതെല്ലാം തന്നെ അല്ല 1-2 എടുത്ത് വെച്ചിട്ട് ബാക്കി കൊണ്ടുപോവാണ്. കാരണം അവിടെ ഇപ്പം ഡ്രസ്സൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്നതും എല്ലാം മുഷിയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു. പറഞ്ഞ പോലെ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വരുവുള്ളൂ. മാറി ഇടാൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ആദ്യം തന്നെ എടുത്തു വെച്ചു. പിന്നെ പിള്ളേരെ 2 പേരെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഇക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളതെന്നില്ല. ഇനി ഇവിടെ അങ്ങാണ്ട് 2-3 ജോഡി ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ബെൻസിത്തായും അളിയനും അമ്മായിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ പോവായതുകൊണ്ട് അവർ വന്നതാണ്. അപ്പോൾ ഫൈസിയും അഫിയും കൂടിയിട്ട് നല്ല കളിയാണ് കേട്ടോ. പിന്നെ നിതിമോളും വന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാസ്ക്കറ്റിലുള്ള ഡ്രസ്സ് മൊത്തം എടുത്ത് പുറത്തേക്ക് ഇട്ടു. ലാസ്റ്റ് ഇത് കൊണ്ടുപോകാനുള്ളത് ഏതാ, ഇവിടെ വെച്ചിട്ട് പോകാനുള്ള ഏതാന്നൊക്കെ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിട്ടോ. പിന്നെ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് പറക്കിയെടുത്തെല്ലാം ബാഗിലാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്.
ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുമോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഉമ്മിച്ച് അവളെ പിടിച്ചു പറ്റാനൊക്കെ നോക്കിയതാട്ടോ. പക്ഷേ ഇത്ര ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ വിടർത്തി ഇട്ടേക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവൾ പിന്നെ അവിടെ നിന്ന് മാറില്ല, അത് ഓരോന്നായിട്ട് വലിച്ചിടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് അതൊന്ന് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ബാഗിലേക്ക്. കാരണം ഇനി അതൊന്ന് മടക്കി വെച്ചേക്കുന്ന സംഭവമാണല്ലോ, അതെടുത്ത് വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ ആകെ പാടാവും. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നതാണ്. എൻ്റെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി. പിന്നെ പിള്ളേരുടെ അത്രയല്ലേ ഉള്ളൂ, വീട്ടിലിടാനുള്ളതും പിന്നെ പെരുന്നാളിനൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അവളാണെങ്കിൽ കൂടെ തന്നെ ഉണ്ട് കേട്ടോ വലിച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബെൻസിത്തായൊക്കെ വന്നതിന് ശേഷം പിന്നെ അവരുടെ കൂടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു അലമ്പുണ്ടായിരുന്നില്ല. എന്നാ കാണിക്കണമെന്നാ ഉമ്മ കൊടുക്കുന്നതല്ല ഉമ്മ കൊടുത്തേ ആർക്ക്? അളിയൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിധി അളിയൻ്റെ കൂടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഭയങ്കര കാര്യമാണ്. പിന്നെ നമ്മൾ ഡ്രസ്സ് അടുക്കി വെക്കലും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ നാളെ നമ്മൾ പോകുമായതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് അവർ തിരിച്ചു പോയിട്ടോ. അപ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ബാഗ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിധിയുടെ അഫിയുടെയും മരുന്ന് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു വെച്ചു. അങ്ങനെ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നിധിമോള് കുളിപ്പിച്ച് അവൾ ഉറങ്ങുകയാണ്. പിന്നെ ഉമ്മച്ചിയുടെ അത്തശ്ശിയുടെ ഡ്രസ്സ് ആ ഒരു ബാഗിൽ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് എല്ലാ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. 11 മണി 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പം നിധിയുടെ മരുന്ന് അതുപോലെ തന്നെ അവൾക്ക് വേണ്ട ഈ വഴിയിൽ എന്തെങ്കിലും മാറേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവളുടെ ഫുഡ് ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കാണെങ്കിൽ ഇപ്പം എല്ലാം വണ്ടിയിലേക്ക് കയറ്റിയെടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഉമ്മച്ചി അത്തശ്ശിയും പിന്നെ ഞാനും ഇക്കായും പിള്ളേരുമാണ് കേട്ടോ പോകുന്നത്. അവർ പെരുന്നാളവിടെ കൂടാൻ പാകത്തിന് അങ്ങനെ പോകുന്നതാണ്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ അവരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഞങ്ങളവിടെ നിൽക്കും. പിന്നെ വെക്കേഷൻ ഒരു മാസം 1.5 മാസമൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ടിട്ട്. അപ്പോൾ മറ്റുമിച്ചിനെ നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇടമറയിൽ കൊണ്ടുപോയിട്ടിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് കേട്ടോ. അങ്ങനെ കിട്ടും പണ്ടക്കെടുത്ത് നമ്മൾ പോകാനായി ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ വണ്ടിയിൽ എടുത്തു വെച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒന്ന് വന്ന് നോക്കുന്നതാണ് കേട്ടോ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നൊക്കെ. ഈ ഒരു നോട്ടത്തിലാണ് നമ്മൾ ചാർജർ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അത്രയും നേരം ഫോൺ ചാർജിലുണ്ടാവുമല്ലോ. അഫിയാണെങ്കിൽ അത് ഈ വെയിലത്ത് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആ കോട്ട എടുത്ത് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിലിരുന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പ് വരുമല്ലോ, ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അവനത് ഇപ്പോഴേ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പറയും ചെയ്ത് വെയിലത്ത് ഇടണ്ടോ ദൂരി വയ്ക്കാൻ. അങ്ങനെ ദൂരി വെച്ചു കേട്ടോ. പിന്നെ ഇത് എല്ലാവരും ഇറങ്ങുന്നതാണ്. അപ്പം ഫൈസിയും അതുപോലെ തന്നെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. നമ്മൾ പോകുന്ന ദിവസം ആയതുകൊണ്ട് അങ്ങനത്തെ എല്ലാം ഡിക്കിലാക്കിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ അവരോട് രണ്ടുപേരോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. പിന്നെ മറ്റുമിച്ചിനെ നേരെ കൊണ്ട് ഇടമറയിൽ വിട്ടു. എന്നിട്ട് നമ്മൾ നേരെ യാത്ര തിരിച്ചു വിട്ടു. പിന്നെ ബെൻസിത്ത എവിടെ എത്തിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴാണ് പറയുന്നത് നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മായിനെ ബെൻസിത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈസിയാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്ത ഉടനെ തന്നെ അവർ പോയോ എപ്പോഴാണ് പോയെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവരൊറ്റ കരച്ചിൽ കരഞ്ഞിരുന്നു. കാരണം അഫിയും ഫൈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടാണ് അവർ. ഒന്നാമത് ഏകദേശം ഒരു ഏജ് കാര്യങ്ങളൊക്കെ അങ്ങനെ, അതായത് ഒത്തിരി വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ അവർ ഫൈസിക്കാണെങ്കിൽ പോലും വേറൊരു കൂട്ടെന്ന് പറയാനൊന്നുമില്ല. അഫീനയാണ് ഭയങ്കര കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ മങ്കുഴിയിൽ താമസിക്കാൻ വന്നേ പിന്നെ എന്നും തന്നെ വരുമായിരുന്നു കേട്ടോ. പഠിത്തമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ അവർ വരുമായിരുന്നു. അതുമാത്രമല്ല സ്കൂൾ ബസ്സിൽ പോകുന്നത് ഇവർ ഒരുമിച്ചാണ്, വരുന്നതൊക്കെ ഒരുമിച്ചാണ്. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കൊച്ചിന് ആകെ വിഷമമായി. അവൻ എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ ബെൻസിത്തെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഒരു സങ്കടമായി. അങ്ങനെ പിന്നെ നമ്മളിത് തൃശ്ശൂർ വന്നപ്പോഴത്തേക്കും സൂ ഉണ്ടല്ലോ, തൃശ്ശൂർ സൂ, അതിന് മുമ്പിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാം, അഫീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയതാണ്. 20 രൂപ എങ്ങാണ്ടായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നിതേ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലോങ് വ്ലോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നില്ല. അങ്ങനെ നമ്മളിതേ കുറേ പക്ഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ആദ്യം കണ്ടു. പിന്നെ നമ്മൾ മെയിനായിട്ടും സൂവിൽ വരുമ്പോഴത്തേക്കും സിംഹം, കടുവ, പുലി ഇതിനെയാണല്ലോ മെയിനായിട്ടും അതിനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അന്ന് തിരുവനന്തപുരം സൂവിൽ പോയപ്പോഴത്തേക്കും അതിനെയൊക്കെ അത്ര അടുത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ അത്യാവശ്യം ആക്റ്റീവായിരുന്നു, ചിലത് അത്ര ആക്റ്റീവൊന്നും അല്ലായിരുന്നു കേട്ടോ അന്ന്. പക്ഷെ നമ്മളിവിടെ ഈ തൃശ്ശൂർ സൂവിൽ വരുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ കണ്ടുകൊണ്ട് പോയപ്പോഴത്തേക്കും അത്ര ഭയങ്കര വലിയ സംഭവമൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ അഫിദെ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അത്തച്ചിയുടെ ഫോണിൽ. പക്ഷേ ഈ മെയിൻ സംഭവങ്ങളുണ്ടല്ലോ, അതായത് സിംഹം, പുലി, കടുവ, അതിൻ്റെ ആ ഭാഗത്തേക്ക് പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ തിരുവനന്തപുരം സൂവിൽ പോയതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് തോന്നി. കാരണം ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ അവിടെ നിന്നിരുന്ന ആൾ നിങ്ങൾ ഇതിൻ്റെ സൗണ്ട്, അതായത് ഈ ഗർജനം കേട്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ഇങ്ങനെ എന്തോ ഒരു ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കടുവയൊക്കെ. അപ്പോൾ അത് അന്ന് നമ്മൾ അവിടെ പോയപ്പോൾ നമുക്കത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചു പോയിട്ടോ. ഞാൻ നോക്കുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരുണ്ടായിരുന്നേ ആ ഒരു സെയിം സമയത്ത് പോയത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗർജനം കേട്ടിട്ട് ഒരു കുട്ടിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം ഇവിടുന്ന് പിന്നെ കുറേ ജീവികളൊക്കെ വേറെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള ആൾക്കാർ. ഒട്ടകപക്ഷിയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ടൈഗർ നോക്ക് നോക്ക്. ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തേക്കോട്ടോ. അങ്ങനെ നമ്മൾ സൂ ഒക്കെ കണ്ടിട്ട് വീണ്ടും യാത്ര തിരിച്ചു വിട്ടോ. നിതിമോളാണെങ്കിൽ ഈ കടുവേനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോഴീനെയൊക്കെ വിളിക്കുന്ന പോലെ ബബയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, പൂച്ചേനെ വിളിക്കുന്ന പോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ കോഴിക്കോട് സമയതയിലേക്ക് പോയപ്പോൾ ഇവിടെ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഷൂട്ട് നടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റൊക്കെ ഇട്ടിരുന്നൊരു സ്ഥലമാണത്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോഴത്തേക്കും ചുമ്മാ ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തിയതാണ്. പിന്നെ ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ തോന്നി, അങ്ങനെ ഇവിടെ നിർത്തിയതാണ് കേട്ടോ. പെരിന്തൽമണ്ണയായിരുന്നു അത് സ്ഥലം. പിന്നെ എനിക്കങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല കേട്ടോ. പിന്നെ ഈ പകൽ വന്നതുകൊണ്ടും ഈ വെയിലും ചൂടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആശ്വാസമാവുമല്ലോ, അങ്ങനെ ഇവിടെ കയറിയതാണ്. നമ്മൾ 4 പേരും ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഈ ഒരു സെറ്റപ്പ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഈ ബസ്സിൻ്റെ ഒരു ഇതിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഫോട്ടോ എടുക്കാൻ പറഞ്ഞ നിങ്ങൾ ചിരിക്കുകയല്ലോടി. ഒരു മസാല ദോശ. ആക്ച്വലി നമ്മൾ എല്ലാ പ്രാവശ്യവും കാസർഗോഡേക്ക് പോകുന്നതും കാസർഗോഡ് നിന്ന് തിരിച്ച് തൊടുപുഴയ്ക്ക് പോകുന്നതൊക്കെ രാത്രിയാണ്. ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ പകൽ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം പകൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴിക്ക് അജ്മീറിനെ കൂട്ടാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ അജ്മീർ ഉള്ളിടത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവനാണെങ്കിൽ ലൈവ് ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇവിടെ എത്തിയവൻ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, നമ്മൾ വരുന്നതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അടുത്ത മാസം അങ്ങാണ്ട് അവൻ്റെ പുതിയൊരു സിനിമയുടെ ഷൂട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 3-4 പേരുണ്ടായിരുന്നു ആ സിനിമയുടെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അവർ നമുക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പിന്നീട് പോയത്. ഉമ്മച്ചിയാണെങ്കിൽ ഛർദ്ദിച്ച് നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. തലവേദനയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ല, എനിക്കും തലവേദനയായിരുന്നു, ഉമ്മച്ചിക്കും തലവേദനയായിരുന്നു. അങ്ങനെ ഇവിടെ എത്താറായ സമയത്ത് വണ്ടി നിർത്തിയിട്ട് കുറേ വൊമിറ്റ് ചെയ്തു. അപ്പോൾ ഒരാശ്വാസമായി കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ വന്ന ഉടനെ തന്നെ അവനാണെങ്കിൽ ഉമ്മച്ചിക്ക് ഒരു റൂം കാണിച്ചു കൊടുത്തു. പിന്നെ ഉമ്മച്ചി അവിടെ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തു. നമുക്ക് ആദ്യം തന്നെ ജ്യൂസൊക്കെ തന്നു. പിന്നെ അവിടെയുള്ള എല്ലാവരും നമ്മളൊന്ന് പരിചയപ്പെട്ടു. പിന്നെ ഇതേ ഫുഡ് കഴിക്കുന്നതാണേ. നമ്മൾ വരുന്നത് പ്രമാണിച്ച് ചപ്പാത്തി എന്ത് ചിക്കൻ കറി. സമയം മൊത്തം തെറ്റി. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അജ്മീറിൻ്റെ റൂം ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മേളിലേക്ക് കയറി വന്നതാണേ. അപ്പോൾ അവനങ്ങനെ കുറേ ദിവസം കൂടി ഒന്ന് കുളിച്ചിരിക്കുകയാണ് ഞങ്ങൾ വന്നതുകൊണ്ട്. ഞങ്ങള് കുളിച്ച് പോകാൻ വേണ്ടി പോവാണ്, യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. എന്ത് അതെന്താ അറിയോ, വന്നപ്പോ ഒരു രൂപം കണ്ടു, ഇപ്പൊ കുളിച്ചപ്പോഴത്തേക്ക് കുറച്ച് മെന വെച്ചു. അപ്പൊ കൊച്ചിന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ചാഞ്ഞു കിടന്നു. എന്നെ കാണുമ്പോ കണ്ണ് വീഴ്ചിരിക്കുന്നത് പേടിച്ച്. എനിക്ക് അങ്ങോട്ട് എടുക്കാത്തല്ല നീ തട്ടിപ്പാടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങിയിട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമായി അവരൊക്കെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലൊക്കെ. പിന്നെ അജ്മീറിനെ കൂട്ടി നമ്മൾ അവിടെ നിന്ന് നേരെ കാസർഗോഡേക്ക് പോവുകയാണ്. അപ്പോൾ കാഞ്ഞങ്ങാടൊന്നും ടച്ച് ചെയ്യാതെ ഇടവഴി കയറിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ്, വടകരയാണോ അങ്ങനെ ഏതൊരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. പിന്നെ നമ്മൾ വന്ന് ഇടയ്ക്ക് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കറക്റ്റ് 4:45 സമയത്താണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ വന്ന് കയറിയതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തു. പിന്നെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചു. പിന്നെ ഈ ട്രോഫിയും അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ അലമാരിയുടെ ഉള്ളിലിരുന്നായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം എടുത്തൊന്ന് വെളിയിൽ വെച്ചതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ പണിയിലായി, തുണിയലക്കലും അതും ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് വർത്താനം പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ അവിടെ നിന്ന് എനിക്കും കുട്ടികൾക്കൊക്കെ ഉള്ള എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും അജ്മീറിനൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ അത് വൈകുന്നേരം ആയിട്ടേ ഉള്ളൂ കേട്ടോ. വെയിലൊക്കെ ഒന്ന് അറിയതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തേത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. സോ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ വ്ളോഗൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സോ ബൈ.